ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാർമർ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രഗ്നൻസിയിൽ വരുന്ന ഷുഗറിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇത് വന്നാൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ ചെയ്ത മിസ്റ്റേക്സും എല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. സോ ഫസ്റ്റ്ലി നോർമൽ ലെവൽ, ഷുഗറിൻ്റെ നോർമൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിങ്ങിൽ ഒരു 70 to 95 milligram ആണ് പെർ ഡെസിലിറ്റർ വരുന്നത്. അതുപോലെ തന്നെ 1 hour ആഫ്റ്റർ ഫുഡ് ആണെങ്കിൽ 110 to 140 milligram പെർ ഡെസിലിറ്ററിനുള്ളിലാണ് ഷുഗർ ലെവൽ വരേണ്ടത്. ഇനി 2 hours ആഫ്റ്റർ ഫുഡ് ആണെങ്കിൽ 100 to 120 milligram പെർ ഡെസിലിറ്ററിൻ്റെ അകത്ത് വേണം ഷുഗർ ലെവൽ വരാൻ. ഇതിനേക്കാളും കൂടുതലാണെങ്കിലാണ് നമ്മൾ ഡയബറ്റിക് അല്ലെങ്കിൽ ഗെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്ന കണ്ടീഷനാണെന്ന് പറയുന്നത്. സോ ഗെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രഗ്നൻസി സമയത്ത് വരുന്ന ഈ ഒരു ഡയബറ്റിക്സിനെയാണ് പറയുന്നത്. ഇനി ഒരു പ്രഗ്നൻസിയിൽ ഷുഗർ എല്ലാവരിലും കാണുമെന്ന് വെച്ചാൽ എല്ലാവരിലും കാണില്ല, പക്ഷേ ഇത് കൂടുതൽ ഈ ഒരു പ്രഗ്നൻസിയിൽ മെയിൻലി വരാൻ ചാൻസ് കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നാമത് ഓവർ വെയിറ്റ് ആയിട്ടുള്ളവരിൽ, PCOS ഇഷ്യൂസ് ഉള്ളവരിൽ, അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലുമൊക്കെ ഷുഗർ ഉണ്ടെങ്കിൽ അത് ഈ ഒരു പ്രഗ്നൻസി സമയത്ത് ഇങ്ങനെ നമുക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഷുഗർ കാണിച്ചവരിൽ രണ്ടാമത്തെ പ്രഗ്നൻസിയിലും ചിലപ്പോൾ ഡയബറ്റിക് ആയിട്ട് ഇങ്ങനെ ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ 35 എബോവ് ഒക്കെയാണ് പ്രഗ്നൻസി എങ്കിൽ അങ്ങനെയുള്ളവരിൽ ഇങ്ങനെ ഷുഗർ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ റീസൺസ് ഒന്നും ഇല്ലാതെയും ചില സമയത്ത് ചിലരിൽ ഇങ്ങനത്തെ പ്രഗ്നൻസി സമയത്ത് ഷുഗർ കൂടുന്നതായിട്ട് കാണാറുണ്ട്. ഇത്രയാണ് കോമൺ ആയിട്ട് ഈ ഒരു ഗെസ്റ്റേഷണൽ ഡയബറ്റീസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയാം. നോർമലി ഈ ഒരു ഡയബറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് 24 വീക്സ് ഒക്കെ ആകുമ്പോൾ, പ്രഗ്നൻസിയുടെ 24 വീക്സ് ഒക്കെ ആകുമ്പോഴാണ് കൂടുതൽ പേരിലും കാണിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് എനിക്ക് ഈ ഒരു PCOS ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പ്രഗ്നൻസി കൺഫേം ചെയ്തതിന് ശേഷം ഫസ്റ്റ് യൂറിൻ ടെസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ തന്നെ ഈ ഒരു ഷുഗർ ടെസ്റ്റ് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എൻ്റെ ഷുഗർ ലെവൽ കുറച്ച് കൂടുതലായിട്ടാണ് കാണിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞ ഒരു 2 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഫാസ്റ്റിങ്ങും അല്ലാത്ത ഷുഗറും കൂടി ഒന്നുകൂടി ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു ഡോക്ടർ. അങ്ങനെ അത് ചെയ്തപ്പോഴും എനിക്ക് കുറച്ച് ഒന്ന് കൂടുതലായിട്ടാണ് അപ്പോഴും നിന്നത് എൻ്റെ ഷുഗർ ലെവൽ. അതിനുശേഷം നമ്മൾ ഈ വരുന്ന ഈ ഒരു 7 months ഒക്കെ അടുപ്പിച്ചിട്ട് ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യും. സോ അങ്ങനെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്തപ്പോഴും അതിലും കുറച്ച് കൂടുതലായിട്ടാണ് എൻ്റെ ഷുഗർ ലെവൽ നിന്നത്. അതായത് UAE വെച്ച് എപ്പോൾ ഞാൻ ഈ ഒരു ഷുഗർ ടെസ്റ്റ് ചെയ്താലും എനിക്ക് ആ ഒരു സമയത്തെല്ലാം എൻ്റെ ഷുഗർ ലെവൽ കുറച്ച് കൂടുതലായിട്ട്, ഒരുപാട് കൂടുതലില്ലെന്ന് തോന്നുന്നു, കുറച്ച് കൂടുതലായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒക്കെ ഷുഗർ ലെവൽ നോർമലായിട്ടാണ് കാണുന്നത്. സോ ഇതിനെന്താ റീസൺ, ഇത് വല്ല മിസ്റ്റേക്സ് ആണോ എന്നൊക്കെ എനിക്ക് ആദ്യം തോന്നിപ്പോയി. കാരണം അവിടെ വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം ഇങ്ങനെ കൂടുതലായിട്ട് നിന്നിട്ട് പെട്ടെന്ന് നാട്ടിൽ വന്ന് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ നോർമൽ ആവുന്നതിന് എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ എന്താ ഇതിനുള്ള കാരണമെന്ന് എനിക്ക് തന്നെ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാരണങ്ങൾ, കുറച്ച് റീസൺസും എൻ്റെ കുറച്ച് മിസ്റ്റേക്സും ഒക്കെ കൊണ്ടിട്ടായിരിക്കും UAE വെച്ചിട്ട് ഇങ്ങനെ ഷുഗർ കുറച്ച് കൂടുതലായിട്ട് കാണിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഞാൻ ചെയ്ത UAE വെച്ച് ഞാൻ ചെയ്ത കുറച്ച് മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. പക്ഷേ ഇത് കൺഫേം ആയിട്ട് അതുകൊണ്ടാണ് ഷുഗർ എൻ്റെ കൂടി നിന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് തോന്നുമല്ലോ ഇതൊക്കെ കാരണമായിരിക്കാം എന്ന്. അങ്ങനെ തോന്നിയിട്ടുള്ള 1-2 കാരണം എന്ന് പറഞ്ഞാലും, ഒന്നാമത് UAEയും നമ്മുടെ നാട്ടിൽ നിന്ന് വെച്ച് ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ വർക്കിംഗ് ആയിരുന്നു, ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ബിസി ലൈഫായിരുന്നു ആ ഒരു സമയത്ത്. സോ അത് നമ്മുടെ ഹെൽത്തിനെ കൂടി നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതായിരിക്കാം ഒന്നാമത്തെ റീസൺ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈവനിങ് ഷിഫ്റ്റ് ഒക്കെ ആയിരുന്നു എനിക്ക് ആ ഒരു സമയത്ത്. 5 മണി തൊട്ട് 2 മണി വരെ, രാവിലെ 2 മണി വരെയൊക്കെ ഡ്യൂട്ടി കാണും. സോ അങ്ങനത്തെയൊക്കെ ഷിഫ്റ്റ് വരുമ്പോൾ നമ്മുടെ ഉറക്കവും കാര്യങ്ങളും ഒന്നും പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് തന്നെ അത് നമ്മുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. സോ അതായിരിക്കും റീസൺ എന്നാണ് എനിക്ക് തോന്നിയത്. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്രഗ്നൻസിയിൽ ഷുഗർ കാണിച്ചപ്പോൾ തൊട്ട് തന്നെയും ഞാൻ ഷുഗറി ഐറ്റംസ് ഒക്കെ ഫുള്ളായിട്ട് കട്ട് ചെയ്യാനായിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ചായ ആയാലും എന്തായാലും ഒന്നും മധുരമൊന്നും ഇടത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്നൊക്കെ എന്തായാലും എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാറുണ്ടായിരിക്കുമല്ലോ. എന്നാലും ഷുഗറുള്ള ഐറ്റംസ് ഒന്നും വാങ്ങത്തില്ലെങ്കിലും ഇപ്പോൾ ചായയൊക്കെ ആയാൽ തന്നെ അങ്ങനെ ഡെയിലി ഒരു ചായ കുടിക്കുക, ചിലപ്പോൾ 2 ചായയൊക്കെ ഞാൻ കുടിക്കും. കാരണം 5 മണിക്കൊക്കെ ഡ്യൂട്ടിക്ക് കയറി കഴിയുമ്പോൾ ഒന്ന് കുടിക്കും, പിന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ പിന്നെ ഉറക്കമൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നും കൂടി വാങ്ങി കുടിക്കും. സോ ഇതിനെല്ലാം മധുരം ഇട്ടിട്ടായിരിക്കും കുടിക്കുന്നത്. അപ്പം നമ്മൾ ഓർക്കും എന്താ, ഒരു ചായയല്ലേ കുടിച്ചുള്ളൂ, കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ ഇത് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഷുഗർ ഇങ്ങനെ കൂടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ
നമ്മൾ ഇപ്പോൾ ഫാർമസിയൊക്കെ ക്ലോസ് ചെയ്ത് 2 മണിക്കൊക്കെ തിരിച്ചു വരുമ്പോഴത്തേക്കിനും കറക്ക് കിട്ടും അവിടെ. കറക്കിലും അത്യാവശ്യം നല്ല ഷുഗർ കണ്ടന്റ് ഉണ്ട്, കറക്ക് ചായ. അപ്പോൾ ആ ഒരു കറക്കും എന്തെങ്കിലും ഷവർമയോ ബർഗറോ അങ്ങനെയൊക്കെ കഴിച്ചിട്ടായിരിക്കും നമ്മൾ വരുന്നത്. സത്യം പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ ഇങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡ്സ് കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് ആ ഒരു സമയത്ത് നമുക്ക് വിശക്കുമ്പോൾ വേറെ ചോയ്സ് ഇല്ല. ചിലപ്പോൾ സാൻഡ്വിച്ച് കഴിക്കും. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചസാര മാത്രം കട്ട് ചെയ്തു അല്ലെങ്കിൽ പഞ്ചസാര കഴിച്ചില്ല എന്ന് വെച്ച് ഷുഗർ വരത്തില്ല എന്നല്ല, അതിൻ്റെ ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ബിസ്ക്കറ്റ്സ് കഴിക്കാറുണ്ടായിരുന്നു, ബ്രെഡ് കഴിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെയും നമ്മുടെ ഷുഗറിനെ കൂട്ടാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു സമയത്തെന്ന് പറഞ്ഞാലും നല്ല വിശന്നിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഫുഡ് കഴിക്കുന്നത്. ചിലപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോയി അത്യാവശ്യം നല്ല വിശന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി മധുരമുള്ള അല്ലെങ്കിൽ മധുരം അടങ്ങിയിരിക്കുന്ന ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഷുഗറിനെ അത് കൂട്ടും. പെട്ടെന്ന് നമ്മുടെ ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടാൻ ചാൻസസ് ഉണ്ട്. സോ അത് കാരണവും നമുക്കിങ്ങനെ ഡയബറ്റിക് വരാനുള്ള ചാൻസസ് കൂടും. സോ ഇതൊക്കെ ഈ റീസൺസ് ഒക്കെ കൊണ്ടായിരിക്കാം UAE വെച്ചിട്ട് എനിക്കിങ്ങനെ ഷുഗർ കൂടുതലായിട്ട് കാണിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ നാട്ടിൽ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര വ്യത്യാസമാണ്. പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടും, നല്ല റെസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ പ്രോപ്പറായിട്ട് ഒരു കറക്റ്റ് ഒരു ഡയറ്റ് പോലെ ഇങ്ങനെ ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പ്രഗ്നൻസിയിൽ ഇങ്ങനെ ഷുഗർ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്ന് നോക്കാം. ഫസ്റ്റ്ലി നിങ്ങൾക്ക് പ്രഗ്നൻസിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഫസ്റ്റ് സ്റ്റേജിലായാലും അല്ലെങ്കിൽ ആ സ്റ്റേജിൽ എപ്പോഴായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഷുഗർ കൂടുതലായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഷുഗറി ഐറ്റംസ് ഫുള്ളായിട്ട് കട്ട് ചെയ്യുക. അത് ഇപ്പോൾ പഞ്ചസാര ആയാലും അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഇപ്പം പലരും പഞ്ചസാര കഴിക്കത്തില്ല, ശർക്കര ഇട്ട് കഴിക്കും. സോ അങ്ങനെ ഒന്നും തന്നെ വേണ്ട, എല്ലാം തന്നെ ഫുള്ളായിട്ട് കട്ട് ചെയ്യാനായിട്ട് നോക്കാം. ഷുഗറി ഐറ്റംസ് ഫുള്ളായിട്ട് കട്ട് ചെയ്യുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ്, അതായത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കാനായിട്ട് നോക്കാം. ഫുള്ളായിട്ട് കട്ട് ചെയ്യാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല, കുറയ്ക്കാനായിട്ട് നോക്കുക. അതായത് വൈറ്റ് റൈസ്, അതുപോലെ തന്നെ പൊട്ടറ്റോസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ ബ്രൗൺ റൈസ് കഴിക്കാൻ പറ്റും. അതുപോലെ വൈറ്റ് ബ്രെഡിന് പകരം ബ്രൗൺ ബ്രെഡ് കഴിക്കാം. സോ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കഴിക്കാം. ഓവറായിട്ട് കഴിക്കാനായിട്ട് പാടില്ല, ഒരു മിനിമം ക്വാണ്ടിറ്റി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഷുഗറി ഡ്രിങ്ക്സ്, ഫാസ്റ്റ് ഫുഡ്സ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഫാസ്റ്റ് ഫുഡ്സ് എല്ലാം കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഇപ്പം ഇങ്ങനത്തെ ഷുഗർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാൻ പലർക്കും മടിയായിരിക്കും. കാരണം ഷുഗർ ഉണ്ടെന്ന് വെച്ചിട്ട് പല ഫ്രൂട്ടും നമ്മൾ അവോയ്ഡ് ചെയ്യാറുണ്ട്. സോ ഫ്രൂട്ട്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സിൽ ഒരുപാട് ന്യൂട്രിയൻസും വൈറ്റമിൻസും ഫൈബേഴ്സും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഫ്രൂട്ട്സ് ഒരു മിതമായ ലെവലിൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതായത് ദിവസം ഒരു ആപ്പിൾ, ഒരു ഓറഞ്ചോ ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ഷുഗർ ഒരുപാട് കൂടാനുള്ള ചാൻസസ് ഒന്നും ഇല്ല. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് മധുരമുള്ള, അതായത് മാങ്ങയൊക്കെ ഇല്ലേ, നല്ല പഴുത്ത മാങ്ങ, ഇതിലൊക്കെ ഒരുപാട് ഷുഗർ കണ്ടന്റ് കാണും. അങ്ങനത്തെയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ബാക്കിയൊക്കെ ഒരു ആപ്പിൾ ഓറഞ്ചൊക്കെ വെച്ച് കഴിക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴത്തേക്കിനും ജ്യൂസ് ആക്കി കഴിക്കുന്നതിനേക്കാളും നല്ലത് അല്ലാതെ നോർമലായിട്ട് കഴിക്കുന്നതാണ്. അതെനിക്ക് ഡോക്ടറും അങ്ങനെയാണ് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ജ്യൂസ് ആക്കി കഴിക്കുമ്പോഴത്തേക്കിനും അതിൽ ഫൈബർ കണ്ടന്റ് ഒക്കെ നഷ്ടപ്പെടും. പിന്നെ അതിൻ്റെ അകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ഒരു ഷുഗർ ആയിരിക്കും, ആ ഒരു ഫ്രൂട്ടിലുള്ള ഷുഗറിൻ്റെ കോൺസെൻട്രേറ്റഡ് ഫോം ആയിരിക്കും ആ ഒരു ജ്യൂസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡിൽ പെട്ടെന്ന് ഷുഗർ കൂടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ ജ്യൂസ് ആക്കി കുടിക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് നോർമലായിട്ട് ആ ഒരു ഫ്രൂട്ട് കഴിക്കുന്നതായിരിക്കും. പിന്നെ ആഗ്രഹമൊക്കെ തോന്നുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല. എന്നാലും ഫൈബർ കണ്ടന്റ് അത്യാവശ്യമുള്ള ഫ്രൂട്ട്സും അങ്ങനത്തെ ഫുഡും ഒക്കെ കഴിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. ഈ ഒരു പ്രഗ്നൻസി സമയത്ത് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അത് പ്രിവെൻറ്റ് ചെയ്യാനും ബ്ലഡിലെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാനും ഈ ഒരു ഫൈബർ റിച്ച് ഫുഡ് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡും കൂടി നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സോ ഇനി ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റും ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. ആക്ച്വലി വലിയൊരു ഡയറ്റൊന്നും ഞാൻ ഫോളോ ചെയ്യുന്നൊന്നുമില്ല. നോർമലായിട്ട് കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് അങ്ങനെ വലിയൊരു ഡയറ്റൊന്നും അല്ല ഞാൻ ഫോളോ ചെയ്യുന്നത്. സോ ഞാൻ നോർമലി എന്താണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് വെള്ളം കുടിക്കുന്നത് ഭയങ്കര നമുക്ക് ഈ ഡയബറ്റീസിന് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ മാത്രമല്ല ഓവറോൾ ഹെൽത്തിനും വെള്ളം കുടിക്കുന്നത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ രാവിലെ എഴുന്നേറ്റ് ഉടനെ കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് നോക്കാം. അതിനുശേഷം നോർമലി ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിക്കും. ചായയുടെ കൂടെ പ്രത്യേകിച്ചൊന്നും കഴിക്കാറില്ല രാവിലെ. ഒരു 8-8:30 ഒരു 9 മണിക്കുള്ളിൽ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നോക്കുക. സോ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ നോർമലി ഇവിടെ എന്താണുള്ളത് അതാണ് കഴിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല. അപ്പം ആണെങ്കിൽ അപ്പം, ഇടിയപ്പം, അല്ലെങ്കിൽ എന്താണുള്ളത് അത് കഴിക്കും. അത് നോർമലി കുറേ അങ്ങനെയൊന്നും കഴിക്കാതെ
ഇപ്പം 2 എണ്ണോ 3 എണ്ണോ അതിനുള്ളിൽ കഴിക്കാം. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു അപ്പമാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പം 3 അപ്പമാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 1.5 അപ്പോ അല്ലെങ്കിൽ 2 അപ്പോ ഇപ്പോൾ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം പിന്നെ വിശക്കുമ്പോൾ വേണമെങ്കിൽ ഒരു അപ്പം കൂടി കഴിക്കാം. അപ്പോൾ നമ്മൾ ഇത് ഒരുമിച്ച് കഴിക്കുമ്പോൾ ഉള്ള പ്രശ്നം പെട്ടെന്ന് നമ്മുടെ ഷുഗർ കൂടാനുള്ള ചാൻസസ് കൂടും. സോ അതുകൊണ്ടാണ് കുറച്ചായിട്ട് കഴിക്കാനായിട്ട് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും കൂടി കഴിക്കുന്നത് നല്ലതാണ്. അതായത് ഇപ്പം മുട്ട അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ എന്തെങ്കിലും ആക്കിയോ അല്ലെങ്കിൽ മുട്ടക്കറിയോ കടലക്കറിയോ ഇനി ഇറച്ചി ഉണ്ടെങ്കിൽ ഇറച്ചിയോ അങ്ങനെ എന്താണോ ഉള്ളത് അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ എന്തായാലും നമുക്കൊന്നും കൂടി വിശക്കും. ആ ഒരു വിശക്കുന്ന സമയത്ത് എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാം. ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ആപ്പിൾ കഴിക്കുന്നതുകൊണ്ടോ ഒരു ഓറഞ്ച് കഴിക്കുന്നതുകൊണ്ടോ ഒന്നും നമ്മുടെ ഷുഗർ ഭയങ്കരമായിട്ട് കൂടാനുള്ള ചാൻസസ് ഒന്നും ഇല്ല. പക്ഷെ ഓവറായിട്ട് കഴിക്കില്ലെന്ന് മാത്രം. സോ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സസ് ആണ് നോർമലി ഞാൻ ആ ഒരു സമയത്ത് കഴിക്കുന്നത്. അതിനുശേഷം പിന്നെ ഉച്ചയ്ക്ക് നമ്മുടെ ലഞ്ചിന് നോർമലി ചോറ് തന്നെയാണ് കഴിക്കുന്നത്. ചോറ് ഞാനങ്ങനെ ചോറ് ഫുള്ളായിട്ടൊന്നും അവോയ്ഡ് ചെയ്യാനായിട്ടൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. സോ കുറച്ച് ക്വാണ്ടിറ്റി ചോറ് മെയിൻലി ബ്രൗൺ റൈസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ബ്രൗൺ റൈസിൽ കുറച്ച് ചോറ് എടുക്കും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ തോരൻ, എന്തെങ്കിലുമൊക്കെ തോരൻ ഉണ്ടല്ലോ, അപ്പോൾ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാം. അത്യാവശ്യം നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. അതായത് ഇപ്പം മീനോ ഇറച്ചിയോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും കൂടി, അതുപോലെ തൈര്, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. സോ ലഞ്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 മണിയാകുമ്പോൾ നമുക്ക് എന്തായാലും ചായ കുടിക്കണം. സോ ചായയുടെ കൂടെ ചിലപ്പോൾ 2 ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ചായ കുടിക്കും. പിന്നെ നോർമലി ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ ഒരു ഗ്ലാസ് ഓട്സ് കുടിക്കും. പിന്നെ നമുക്ക് നൈറ്റിൽ ഡിന്നർ ഒരു 8:30 ആ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. കൂടുതലും ഞാൻ ചപ്പാത്തി ആയിരിക്കും കഴിക്കുന്നത്. ചോറ് രാത്രി കഴിക്കാറില്ല കേട്ടോ. 2 നേരം ഒന്നും ചോറ് കഴിക്കുന്നത് നല്ലതല്ല. ഒരു നേരം ചോറ് കഴിക്കുക, രാത്രി നമ്മൾ ചോറ് കഴിക്കണ്ട സത്യത്തിൽ. പിന്നെ ഷുഗറൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ രാത്രി ചോറ് കഴിക്കാത്തതായിരിക്കും എപ്പോഴും നല്ലത്. ചപ്പാത്തിയൊക്കെ കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചപ്പാത്തി കഴിക്കും, പിന്നെ ഒരു ഗ്ലാസ് പാൽ കുടിക്കും. സോ ഇത്രയും കൊണ്ടാണ് ഒരു ദിവസം കഴിയുന്നത് കേട്ടോ. ഇത്രയാണ് ഡയറ്റ്. ഇതിൽ വലിയ കാര്യങ്ങളൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൽ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞു തന്നത്. മെയിനായിട്ടും ഈ ഒരു ഷുഗർ ആദ്യം കൂടുതലാണെന്ന് കണ്ടപ്പോൾ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നത് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്കിടയ്ക്കായിട്ട് ഫുഡ് കഴിക്കുക, ഒരുമിച്ച് കഴിക്കാതെ കുറച്ചായിട്ട് കഴിക്കുക. അപ്പോൾ ഷുഗറിനെ നമ്മുടെ ബ്ലഡിലും കൺട്രോളായിട്ട് നിൽക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. ഷുഗർ ആണ് അല്ലെങ്കിൽ ഷുഗർ വരുമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഡയറ്റ് എടുത്ത് ഭയങ്കര ഫുഡ് കുറയ്ക്കുക കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഒരുപാട് കഴിക്കുകയും ചെയ്യേണ്ട. ഒരു മീഡിയം ലെവലിൽ കഴിക്കാനായിട്ട് പറഞ്ഞു. മൂന്നാമത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ തേങ്ങ, എണ്ണ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കുറച്ച് കുറയ്ക്കാൻ. അതായത് ഇപ്പോൾ അവിയൽ അല്ലെങ്കിൽ തോരനൊക്കെ വെക്കുകയാണെങ്കിൽ എണ്ണയും തേങ്ങയൊക്കെ കുറച്ച് ഇട്ടിട്ട് അങ്ങനെ കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്നോട് പറഞ്ഞു ഇപ്പോഴേ നട്ട്സ് ഒന്നും കഴിക്കണ്ട. നട്ട്സൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒരു 8-9 മാസമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ 9 മാസത്തിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടൊക്കെ ആ ഒരു സമയത്തൊക്കെ കഴിച്ചാൽ മതി. ഇപ്പോഴേ ഒരുപാട് നട്ട്സും ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോഴേ ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഡോക്ടർ എനിക്ക് പറഞ്ഞു തരുന്നത്. സോ നമ്മൾ കറക്റ്റ് ഒരു ഡയറ്റൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രഗ്നൻസി സമയത്ത് ഈ ഒരു ഡയബറ്റിക്സ് മെഡിസിൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ചിലരിൽ അത്യാവശ്യം നല്ല കൂടുതലായിട്ട് ഇങ്ങനെ ഷുഗർ കാണിക്കുമ്പോൾ ഇൻസുലിൻ്റെയോ അല്ലെങ്കിൽ മെഡിസിൻ്റെയോ ഒക്കെ ആവശ്യം വരും. അതെങ്ങനെയാണ് ഡോക്ടർ പറയുന്നത് അതുപോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അതിൽ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് നമ്മുടെ ബോഡിയിൽ ഒരു സൈഡ് എഫക്ട്സും ഉണ്ടാക്കത്തില്ല. ഈ ഒരു ഷുഗർ ലെവൽ കൂടി നിന്നാൽ അത് നമുക്ക് മാത്രമല്ല നമ്മുടെ കുഞ്ഞിനെ ഒരുപാട് ബാധിക്കും. കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടാനും ആ ഒരു അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടാനും എന്തെങ്കിലും അല്ലാത്ത ഹെൽത്ത് ഇഷ്യൂസ് വരാനും പ്രീമച്വർ ബർത്തിനും ഒക്കെ ഉള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് നോക്കുക. അതിന് ഇനി മെഡിസിൻസോ ഇൻസുലിൻ്റെയോ ഒക്കെ ആവശ്യം വന്നാൽ നിങ്ങൾ മടിയില്ലാതെ ഡോക്ടർ എന്താണ് പറയുന്നത് അതുപോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. സോ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു ഡയറ്റൊക്കെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നമുക്കിപ്പോൾ ഇന്ന് ഷുഗർ കാണിച്ചില്ലെങ്കിൽ പോലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞോ അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ഒക്കെ നമുക്ക് ചിലപ്പോൾ ഷുഗർ ലെവൽ കൂടാനുള്ള ചാൻസസും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ മാനേജ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം. ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗം യു.എയിൽ വെച്ച് എന്നോട് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളത്, നിങ്ങളൊരു ചാർട്ട് ഉണ്ടാക്കി വെക്കുക. അതായത് അല്ലെങ്കിൽ 2 ഷുഗർ വീട്ടിൽ തന്നെ നോക്കാമല്ലോ. അങ്ങനെ വീട്ടിൽ തന്നെ നോക്കിയിട്ട് ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് ഷുഗർ കൂടുന്നതും കുറയുന്നതും ഒക്കെ നമുക്ക് തന്നെ മനസ്സിലാക്കാനും അത് മാനേജ് ചെയ്യാനും കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും.
ചെക്ക് ചെയ്യുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്, ഇപ്പോഴും ചെക്ക് ചെയ്യുന്നുണ്ട് ഷുഗർ. സോ അങ്ങനെ ഡെയിലി നമ്മളോ അല്ലെങ്കിൽ 2 വീക്ക് കൂടുമ്പോഴെങ്കിലും നമ്മൾ ഷുഗർ വീട്ടിൽ ചെക്ക് ചെയ്യാൻ നോക്കുക. മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പുറത്തുനിന്ന് ഷുഗർ ചെക്ക് ചെയ്യാനായിട്ട് നോക്കുക. ഷുഗർ എപ്പോഴും കൺട്രോൾ ആയിട്ട് വെക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ചെറിയ രീതിയിൽ എക്സസൈസ്, കുറച്ചൊന്ന് നടക്കുകയോ അങ്ങനത്തെ ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്യുന്നതും നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രഗ്നൻസിയിൽ വരുന്ന ഷുഗർ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ടൊക്കെ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ കൂട്ട് ഓവറായിട്ട് ഇങ്ങനെ ചിലർക്ക് ഷുഗർ കാണിക്കാറുണ്ട് ഈ ഒരു സമയത്ത്. അത് നോർമലി ഒരു പ്രഗ്നൻസി കഴിയുമ്പോൾ മിക്കവരിലും ഈ ഒരു ഷുഗർ നോർമൽ ആവാറുണ്ട്. വളരെ റെയറായിട്ട് ഉള്ളവരിൽ മാത്രമേ കുറച്ച് നാളും കൂടി ഇത് നിൽക്കാറുള്ളൂ, അല്ലെങ്കിൽ അത് നോർമൽ ആവാറുണ്ട്. സോ അതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഡോക്ടർ എന്താണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത് അത് അതേപോലെ ഫോളോ ചെയ്യാനായിട്ട് നോക്കാം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വെച്ചാൽ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.